ഹായ് നിഷ. ഹായ്. ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൺലൈൻ ബാച്ചിന്റെ കോൺവെക്കേഷൻ ആയിരുന്നു അല്ലേ? അതെ. ഈ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? വളരെയധികം പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് നേടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് തന്നെ ചൂസ് ചെയ്തത്? എനിക്ക് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. അത് ഭയങ്കര ഒരു സേവനം കൂടിയാണ്. നമ്മളൊരു സർവീസിൽ ഉപരി ഒരു സേവനം കൂടിയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഞാൻ ചൂസ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ 6 മാസത്തെ പഠനകാലം? ഞാൻ ഓൺലൈനായിട്ടാണ് ഇവിടെ കോഴ്സിൽ ചേർന്നത്. പക്ഷേ എനിക്കൊരു ഓൺലൈനിൻ്റെ ഒരു ഫീലേ ഉള്ളായിരുന്നു. ഓഫ്ലൈൻ രീതിയിൽ നമ്മൾ മിസ്സുമാരൊക്കെ അങ്ങനെയാണ് നമ്മളോട് അപ്രോച്ച് ചെയ്തത്, നല്ല ഫ്രണ്ട്ലി ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ 6 മാസം കടന്നു പോയത് അറിഞ്ഞിട്ടേ ഇല്ല. മകളുടെ ഈ അച്ചീവ്മെന്റിൽ ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമാണ്. മോള് പിന്നെ +2 കഴിഞ്ഞതിൻ്റെ ദിവസം വേഗം കല്യാണമെല്ലാം കഴിഞ്ഞതാണ്. പിന്നെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഓളെ ഹസ്ബൻഡാണ് അതിനെ മുൻകൈ എടുത്തിട്ട് പഠിക്കാനും മൂപ്പരാക്കാണ് ഇൻട്രസ്റ്റ്. അതിനെല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തത്. അതിൽ കുറേയൊക്കെ പോളും മാറ്റത്തിൽ വന്നിക്കണ്. അധികം എല്ലാവരോടും സംസാരിക്കാനും ഒക്കെ ഒരു മടിയുള്ള ഒരാളേനു. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഒരു ഇതായിക്കണ്. സന്തോഷമാണ് എനിക്ക്. നമുക്കിപ്പോൾ ഓളെ കൂടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണതും കാണുന്നതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇന്ന് ഒരുപാട് അക്കാഡമികളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ അക്കാഡമി തന്നെ ജോയിൻ ചെയ്തത്? ഓക്ക് ഇവിടുത്തത് ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഓൺലൈനിൽ ഇങ്ങനെ പഠിക്കണ എന്നോട് ചർച്ച ചെയ്തുമ്പോൾ അങ്ങനെ ഉണ്ട്, ഞാൻ അതിൽ ചേരട്ടെ എന്നൊക്കെ പറഞ്ഞേ. മലപ്പുറത്താണ്. അപ്പോൾ അവിടെ ഓള് ഹസ്ബൻഡിൻ്റെ കൂടെ ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടുന്ന് മൂപ്പരാൾ ഓൺലൈനിലായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടെ. പിന്നെ ടീച്ചറോട് ചോദിച്ച് എല്ലാം ചെയ്ത് പിന്നെ എന്നോടും വിവരം പറഞ്ഞു. പിന്നെ അതൊക്കെ ചെയ്തിരിക്കുന്നു ഉമ്മ. ഞാൻ ഉമ്മക്ക് സന്തോഷമായി. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ് പിന്നെ ഇവിടെ പഠിക്കാനും പിന്നെ ടീച്ചേഴ്സിൻ്റെ ഇതൊക്കെ ആണെങ്കിലും മാസ്റ്ററും എല്ലാവരും നല്ലതാണ്. ഇവള് പിന്നെ അവിടെ ആണെങ്കിലും എന്നെ വിളിച്ച് ഓരോ ക്ലാസ് കഴിയുമ്പോഴും പറയും ടീച്ചേഴ്സൊക്കെ നല്ലതാണ്, ഒരു സാറുണ്ട് നല്ലതാണ്. അപ്പോൾ നമുക്ക് എല്ലാം വേഗം പിന്നെ പഠിക്കാനൊക്കെ ഞാൻ ചോദിക്കലുണ്ട്, പഠിക്കാനൊക്കെ മോളെ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല, പോയി പഠിക്കണമായി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. IT അക്കാഡമിയിൽ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് മോൾക്ക് ഉണ്ടായിട്ടുള്ളത്? മോൾക്ക് പല മാറ്റങ്ങളുണ്ടായിരിക്കണ്. കുറേ എല്ലാവരോടും സംസാരിക്കാനും ഒക്കെ ഉള്ള മാറ്റം തന്നെയാണ് കൂടുതലുള്ളത്. അതൊക്കെ എനിക്കൊരു സന്തോഷം. ഓൾ അങ്ങനെയൊക്കെ ചെയ്ത് എന്നൊക്കെ ആരോടും അധികം സംസാരിക്കാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ഓൾ അങ്ങനെ ഇതൊക്കെ എല്ലാം കൂടി ഒപ്പരം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ മോൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായി. പിന്നെ ഒരു മൊമെന്റിൽ നിഷയെ കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഭാവി ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.